നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. വനം വകുപ്പിന്റെ കരിനിയമങ്ങൾക്കെതിരെ പ്രക്ഷോഭം ശക്തമാക്കി മാങ്കുളം ജനകീയ സമിതി. 7 ആവശ്യങ്ങൾ ഉന്നയിച്ച തിങ്കളാഴ്ച മുതൽ മാങ്കുളം DFO ഓഫീസിന് മുൻപിൽ അനിശ്ചിതകാല സത്യാഗ്രഹ സമരം ആരംഭിക്കുമെന്ന ജനകീയ സമിതി കൺവീനർ ഫാദർ മാത്യു കരോട്ട് കൊച്ചറയ്ക്കൽ. ജനകീയ സമിതി മുന്നോട്ട് വയ്ക്കുന്നത് മാങ്കുളം DFOയെ സ്ഥലം മാറ്റണമെന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ. ഉപ്പുതറയിൽ വിഷം കഴിച്ച് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന 14-കാരൻ മരിച്ച സംഭവത്തിൽ സ്കൂളിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ബന്ധുക്കൾ. കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത് മത്തായിപ്പാറ വട്ടപ്പാറ വീട്ടിൽ അനക്സ്. അതേസമയം ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് സ്കൂൾ അധികൃതർ. മൂന്നാറിൽ വീണ്ടും പടയപ്പയുടെ പരാക്രമം. കന്നിമല ഫാക്ടറി ഡിവിഷനിൽ പടയപ്പയുടെ ആക്രമണമുണ്ടായത് ജീപ്പിന് നേരെ. ജനവാസ മേഖലയിൽ നിന്ന് ഒറ്റയാൻ പിൻവാങ്ങാത്തത് തൊഴിലാളികളിൽ ആശങ്ക വർദ്ധിപ്പിക്കുന്നു. റേഷൻ വ്യാപാരികൾ സംസ്ഥാന തലത്തിൽ കടകൾ അടച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിലും ജില്ലാ കേന്ദ്രങ്ങളിലേക്കും മാർച്ചും ധർണയും നടത്തുന്നു. സംസ്ഥാന വ്യാപകമായി റേഷൻ വ്യാപാരികൾ കടകൾ അടച്ച് സമരം നടത്തുന്നത് മാർച്ച് 7-ന്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരമെന്ന വ്യാപാരികൾ. വിശദമായ വാർത്തകളിലേക്ക്. വനം വകുപ്പിന്റെ കരിനിയമങ്ങൾക്കെതിരെ പ്രക്ഷോഭം ശക്തമാക്കി മാങ്കുളം ജനകീയ സമിതി. 7 ആവശ്യങ്ങൾ ഉന്നയിച്ച് തിങ്കളാഴ്ച മുതൽ മാങ്കുളം DFO ഓഫീസിന് മുൻപിൽ അനിശ്ചിതകാല സത്യാഗ്രഹ സമരം ആരംഭിക്കുമെന്ന് ജനകീയ സമിതി കൺവീനർ ഫാദർ മാത്യു കരോട്ട് കൊച്ചറയ്ക്കൽ പറഞ്ഞു. പെരുമ്പൻകുത്ത് പവലിയൻ പ്രശ്നവുമായി ബന്ധപ്പെട്ട ജനപ്രതിനിധികളെ കയ്യേറ്റം ചെയ്ത വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുക, KDH ഭൂമിയിൽ വനംവകുപ്പിന്റെ അനാവശ്യ അവകാശവാദങ്ങൾ അവസാനിപ്പിക്കുക, മലയോര ഹൈവേ അലൈൻമെന്റ് പുനഃസ്ഥാപിക്കുക, ആലുവ മൂന്നാർ രാജപാത ജനങ്ങൾക്ക് തുറന്നുകൊടുക്കുക, വന്യമൃഗങ്ങളെ വനത്തിനുള്ളിൽ സംരക്ഷിക്കുക, വന്യജീവി സംരക്ഷണ നിയമത്തിൽ കാലോചിത പരിഷ്കാരങ്ങൾ വരുത്തുക, മാങ്കുളം DFOയെ സ്ഥലം മാറ്റുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം സംഘടിപ്പിച്ചിരിക്കുന്നത്. തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് മാങ്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത സജീവിന്റെ നേതൃത്വത്തിൽ സത്യാഗ്രഹ സമരം ആരംഭിക്കും. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, കർഷകർ, വ്യാപാരി വ്യവസായികൾ, സാമുദായിക സംഘടനകൾ, രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ, മറ്റ് സംഘടനകളുടെ പ്രവർത്തകർ എന്നിവർ സമരത്തിൽ പങ്കെടുക്കും. ചൊവ്വാഴ്ച മുതൽ ദിവസവും പഞ്ചായത്ത് വാർഡ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ സത്യാഗ്രഹ സമരം തുടരുമെന്ന് സമരസമിതി കൺവീനർ ഫാദർ മാത്യു കരോട്ട് കൊച്ചറയ്ക്കൽ അറിയിച്ചു. മാങ്കുളം ജനകീയ സമിതിയുടെ ആഭിമുഖ്യത്തിൽ മാങ്കുളം DFO ഓഫീസിൻ്റെ മുൻപിൽ അനിശ്ചിതകാല സമരം നമ്മൾ ആരംഭിക്കുകയാണ്. ഈ വിവരം നിങ്ങൾ നേരത്തെ അറിഞ്ഞിട്ടുള്ളതാണ്. അതിന് മുന്നൊരുക്കമായിട്ട് നമ്മൾ ഒരു ജനകീയ കൺവെൻഷൻ വിളിച്ചു ചേർക്കുകയുണ്ടായി. 4-ാം തീയതി ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിൻ്റെ ഭരണസമിതി അംഗങ്ങളും അതുപോലെ തന്നെ ബ്ലോക്ക് മെമ്പർ പ്രവീൺ ജോസും മറ്റ് ബഹുജന പ്രതിനിധികളും ബഹുജനങ്ങളുമെല്ലാം അതിൽ സജീവമായിട്ട് പങ്കെടുക്കും. തുടർന്നുള്ള ഓരോ ദിവസങ്ങളിലും ഓരോ വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ അതാത് വാർഡിൽ നിന്നുള്ള പ്രിയങ്കരായിട്ടുള്ള സഹോദരന്മാർ സമരത്തിന് നേതൃത്വം കൊടുക്കും. ഓരോ ദിവസവും ഈ സമരത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് വിവിധ സംഘടനകളുടെ നേതാക്കന്മാരും രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും സാമുദായിക നേതാക്കന്മാരും സംസാരിക്കുന്നതാണ്. ഈ സമരം ഒരു വൻ വിജയമാക്കി തീർക്കാൻ നിങ്ങൾ ഏവരും സമരത്തിൻ്റെ എല്ലാ ദിവസങ്ങളിലും വളരെയേറെ താല്പര്യത്തോടും ഉത്സാഹത്തോടും ഈ നാട്ടിൽ നമുക്ക് ജീവിക്കണം എന്നുള്ള വലിയ ആഗ്രഹത്തോടും കൂടെ പങ്കുചേരണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഉപ്പുതറയിൽ വിഷം കഴിച്ച് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന 14-കാരൻ മരിച്ചു. മത്തായിപ്പാറ വട്ടപ്പാറ വീട്ടിൽ അനക്സാണ് മരിച്ചത്. പുകയില ഉൽപ്പന്നം കയ്യിൽ സൂക്ഷിച്ചതിനെ തുടർന്ന് വിദ്യാർത്ഥിയെ സ്കൂൾ ഓഫീസ് റൂമിൽ വിളിച്ചു വരുത്തുകയും തുടർന്ന് രക്ഷിതാക്കൾക്കൊപ്പം വിട്ടയക്കുകയും ചെയ്തിരുന്നു. സംഭവത്തിൽ രക്ഷിതാക്കൾ സ്കൂളിനെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ചു. അതേസമയം വിദ്യാർത്ഥിക്കെതിരെ യാതൊരുവിധ അച്ചടക്ക നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നാണ് അധികൃതർ നൽകുന്ന വിശദീകരണം. ഫെബ്രുവരി 5-ാം തീയതിയാണ് ഉപ്പുതറയിലെ സ്വകാര്യ സ്കൂളിലെ 8-ാം ക്ലാസ് വിദ്യാർത്ഥിയായ അനക്സ് കളനാശിനി കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. അന്നേ ദിവസം രാവിലെ സ്കൂളിൽ ചില കുട്ടികളുടെ കയ്യിൽ പുകയില വസ്തുക്കൾ ഉണ്ടെന്ന രഹസ്യവിവരം ലഭിച്ചിരുന്നു. തുടർന്ന് അനക്സിന്റെ കയ്യിൽ പുകയില വസ്തു ഉണ്ടെന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അച്ചടക്ക കമ്മിറ്റിയുടെ ചുമതലക്കാരനായ അധ്യാപകൻ അനക്സിനെ നേരിട്ട് വിളിച്ച് അന്വേഷിച്ചപ്പോൾ വസ്തുക്കൾ ലഭിക്കുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ 2 വിദ്യാർത്ഥികളെ ഓഫീസ് റൂമിൽ
വിളിച്ചു വരുത്തുകയും വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളെ വിവരമറിയിക്കുകയും ചെയ്തു. തുടർന്ന് വിദ്യാർത്ഥികളെ രക്ഷിതാക്കൾക്കൊപ്പം വിട്ടയച്ചു. അന്ന് വൈകുന്നേരത്തോടെയാണ് അനക്സ് വീട്ടിൽ സൂക്ഷിച്ചിരുന്ന കളനാശിനി കഴിച്ചത്. തുടർന്ന് കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. എന്നാൽ ശനിയാഴ്ച മരിച്ചു. സംഭവത്തിൽ സ്കൂളിനെതിരെ ഗുരുതര ആരോപണമാണ് അനക്സിന്റെ പിതാവ് ജിജീഷ് വി കെ ഉന്നയിച്ചത്. കൊണ്ട് കൊടുത്തയാള് ഇവൻ സൂക്ഷിച്ചു എന്ന് മാത്രമേ ചെയ്തുള്ളൂ. പക്ഷേ ഇവനെ പോലീസ് സ്റ്റേഷൻ പിടിപ്പിക്കുകയും ഒക്കെ ചെയ്തു. പിന്നെ കുഞ്ഞെൻ്റെ അടുത്ത് പറഞ്ഞത് ഇവനെ ഇങ്ങനെയൊക്കെ ചോദിച്ചെന്നാണ് പറഞ്ഞത്. പി ടി സാർ എന്ന് പറഞ്ഞത് റോബിൻ സാറ്, പിന്നെ ലൈമ ടീച്ചറ്, വേറെ സ്കൂളിലെ HM ഒത്തിരി എന്നെ ഇരുത്തിക്കൊണ്ട് ഹരാസ് ചെയ്തിട്ടുണ്ട് കുഞ്ഞിനെ. ഞാൻ കണ്ടതാണ്. അന്ന് ഞാൻ പറഞ്ഞു എൻ്റെ കൂട്ടത്തിൽ 8 മണി രാവിലെ 6 മണിക്ക് ഞാൻ പണിക്ക് പോകും, വൈകിട്ട് 8 മണി 9 മണി ആകുമ്പോഴാണ് തിരിച്ചു വരുന്നത്. നിസ്സാര സമയങ്ങളും എൻ്റെ കൂട്ടത്തിൽ കുഞ്ഞുള്ളൂ. കൂടുതൽ സമയം നിങ്ങൾ കൊടുത്തത് നിങ്ങളാണ് അവരെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞ് നേരെ നടത്തുന്നത്. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ പറഞ്ഞതാണ്. ഞാൻ അവിടെ ഇരുന്ന് പറഞ്ഞാണ്. അവിടെ CCTV ഉണ്ട്. അന്നും എൻ്റെ അടുത്ത് HM പറഞ്ഞതാണ് CCTV ഉണ്ട്, ഇതിൻ്റെ അകത്ത് എല്ലാ റെക്കോർഡുണ്ട്. പിന്നെ തല്ലാൻ കുഞ്ഞുങ്ങളെ തമ്മിൽ തല്ലിക്കുന്നൊരു നിലപാടും കൂടെ അവരന്ന് എടുപ്പിച്ചായിരുന്നു. ഒത്തിരി കാര്യങ്ങളുണ്ട് എൻ്റെ അകത്ത്. എൻ്റെ മാനസികാവസ്ഥയിൽ ഇതെനിക്കൊന്നും തുറന്നു പറയാൻ പറ്റത്തില്ല. എൻ്റെ മാനസികാവസ്ഥ അതാണ്. സ്കൂളിൽ നിന്നും രക്ഷിതാക്കളെ വിവരമറിയിച്ചതനുസരിച്ച് അനക്സിന്റെ ബന്ധുവും ഭർത്താവുമാണ് സ്കൂളിൽ എത്തിയത്. സ്കൂളിലെത്തുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുമെന്ന വിദ്യാർത്ഥിയെ ഭീഷണിപ്പെടുത്തിയെന്നും പുകയില വസ്തു ഒപ്പം പഠിക്കുന്ന സുഹൃത്ത് തന്നതാണെന്ന് അനക്സ് പറഞ്ഞിട്ടും നിജസ്ഥിതി മനസ്സിലാക്കാൻ പ്രധാനാധ്യാപിക ശ്രമിക്കാതെ മോശമായി പെരുമാറിയെന്നുമാണ് ബന്ധു പറയുന്നത്. പോലീസിൽ പരാതി നൽകിയിട്ടും യാതൊരുവിധ നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നും ബന്ധുവായ സരിത PS പറഞ്ഞു. HMന്റെ റൂമിൽ നിൽക്കുന്നു. വളരെ വിഷമത്തോടെ കൂടെ ഇവൻ നിൽക്കുന്ന കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു എന്താ മോനെ കാര്യമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ആൻറ്റി എൻ്റെ കയ്യിൽ നിന്ന് എടുത്തെന്ന് ഇവർ പറയുന്ന ഈ വീഡിയോ എൻ്റെ അല്ല, എൻ്റെ കൂട്ടുകാരൻ എൻ്റെ പിടിക്കാൻ തന്നതാണ്. അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു നീ എന്തിനാണ് അത് മേടിച്ച് കൈ വെച്ചത്, നിനക്ക് HMന്റെ സാറിൻ്റെ കയ്യിൽ കൊടുക്കത്തില്ലായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ആൻറ്റി ഇവർ എന്നോട് പറഞ്ഞു ഞാൻ ഇതിൻ്റെ ഫോട്ടോ എടുത്ത് നിന്നെ പോലീസ് സ്റ്റേഷനിൽ അയച്ചിട്ടുണ്ട്, നിന്നെ ഞങ്ങൾ ഈ കണക്ക് പോയ നിന്നെ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് വിടാനിരിക്കുകയായിരുന്നു, അതിന് മുന്നേ നിൻ്റെ വീട്ടുകാരെ അറിയിക്കേണ്ടി വേണ്ടിയിട്ടാണ് വിളിച്ചതെന്ന് HM പറയുകയുണ്ടായി. ഇവൻ്റെ നിൽപ്പ് കണ്ടപ്പോൾ എനിക്ക് വളരെയധികം വിഷമം തോന്നി. ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് 1:30 ആയപ്പോഴത്തേക്ക് അവൻ്റെ ബുക്കിൽ എഴുതി വെച്ച് ഞാൻ സ്കൂളിൽ നിന്ന് കുട്ടിയെ കൂട്ടിക്കൊണ്ട് പോകുന്നു. ഞങ്ങൾ അവിടെ കയറി ചെന്നപ്പോൾ HM വളരെ പറയാൻ പറ്റത്തില്ലാത്ത ഭാഷകളിൽ ഞങ്ങളോട് സംസാരിച്ചു. കാരണം കുട്ടി അത് ചെയ്തു, അവർ കണ്ട എന്ന രീതിയിലാണ് ഞങ്ങളോട് സംസാരിച്ചത്. അവൻ ഞങ്ങളോട് സത്യം പറഞ്ഞു, അവനല്ല അവൻ്റെ കൂട്ടുകാരൻ തന്നതാണ്. അവൻ നേരത്തെ അത് സമ്മതിക്കുകയും ചെയ്തു. കൂട്ടുകാരൻ്റെ അമ്മ വന്നപ്പോൾ അവനെ HM വിളിച്ച് വേറെ റൂമിലേക്ക് കൊണ്ടുപോയി എന്തോ പറഞ്ഞു കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേക്ക് അവൻ നേരെ തിരിഞ്ഞാൻറ്റി അവൻ പിന്നെ എൻ്റെ മുഖത്ത് പോലും നോക്കിയില്ല, അതെനിക്ക് സഹിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. അതിന് ശേഷം വന്നു കഴിഞ്ഞാണ് ഞങ്ങളുടെ കുഞ്ഞ് 4:30 ആയപ്പോഴത്തേക്ക് കളനാശിനി എടുത്ത് കഴിക്കുകയും കരുത്താസിൽ കൊണ്ടുപോവുകയും ചെയ്ത്. ഇന്നിപ്പോൾ 27 ദിവസം കഴിഞ്ഞു. ഞങ്ങളുടെ കുഞ്ഞ് നഷ്ടപ്പെട്ടു പോയി. ഇതുവരെയായിട്ടും ഞങ്ങൾ സ്റ്റേഷനിൽ പരാതിപ്പെട്ടിട്ടും ഇതിന് ഇതുവരെയായിട്ട് ഒരു നടപടികൾ സ്റ്റേഷൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഇടയ്ക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വിളിച്ച് സംസാരിച്ചു. അപ്പോൾ അവർ പറയുന്നത് കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ മാത്രമേ FIR തയ്യാറാക്കാനും ബാക്കി കാര്യങ്ങൾ നടപടിക്രമങ്ങൾ ചെയ്യാനും സാധിക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞത്. ഏതായാലും പോലീസുകാർ മജിസ്ട്രേറ്റും കുട്ടിയുടെ മൊഴി എടുത്തിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ കുടുംബത്തിന് നീതി ലഭിക്കുന്ന വിധം ലഭിക്കുമാറാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതേസമയം സ്കൂളിൽ നിന്നും പ്രകോപനപരമായി യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നാണ് സ്കൂൾ അധികൃതർ നൽകുന്ന വിശദീകരണം. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷിച്ചപ്പോൾ വിദ്യാർത്ഥിയുടെ കൈവശം ലഹരി വസ്തു ഉണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് രക്ഷിതാക്കളെ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് അടുത്ത ദിവസം സ്കൂളിൽ വിടാമെന്ന് പറഞ്ഞ രക്ഷിതാക്കൾ കുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുപോയി. സ്കൂളിൽ നിന്ന് കുട്ടിക്കെതിരെ യാതൊരുവിധ അച്ചടക്ക നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്ന് അധികൃതർ പറഞ്ഞു. അനക്സിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് വൈകുന്നേരം 4 മണിയോടെ മത്തായിപ്പാറയിലെ ഭവനത്തിൽ എത്തിക്കുകയും പൊതുദർശനത്തിന് ശേഷം ഒമേഗ ഫെലോഷിപ്പ് പള്ളി സെമിത്തേരിയിൽ സംസ്കരിക്കുകയും ചെയ്തു. അനക്സിന്റെ സുഹൃത്തുക്കളും ബന്ധുമിത്രാദികളും പ്രദേശവാസികളും അവസാനമായി അനക്സിനെ ഒരു നോക്ക് കാണാൻ തടിച്ചുകൂടിയിരുന്നു. റേഷൻ വ്യാപാരികൾ സംസ്ഥാന തലത്തിൽ കടകൾ അടച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിലും ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് മാർച്ചും ധർണയും നടത്തുന്നു. മാർച്ച് 7-നാണ് സംസ്ഥാന വ്യാപകമായി റേഷൻ വ്യാപാരികൾ കടകൾ അടച്ച് സമരം നടത്തുന്നത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് റേഷൻ വ്യാപാരികൾ പണിമുടക്ക് നടത്തുന്നതെന്ന് വ്യാപാരികൾ കട്ടപ്പനയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വേതന പാക്കേജ് പരിഷ്കരിക്കുക, ക്ഷേമനിധിയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കുക, KDPDS ആക്ട് പരിഷ്കരിക്കുക, അവധി ദിവസങ്ങളിലും ഒഴിവു സമയങ്ങളിലും മസ്റ്ററിംഗ് ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് 7-ന് കടകളടച്ച സമരം നടത്തുന്നത്. KS, RRDA,
AKRRDA, CITU എന്നീ സംഘടനകൾ സംയുക്തമായാണ് സമരത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. മാർച്ച് 7-ന് കടകളടച്ച ജില്ലാ കേന്ദ്രങ്ങളിലേക്കും സെക്രട്ടേറിയറ്റിലേക്കുമാണ് പ്രകടനം നടത്തുക. 2018-ൽ നിലവിൽ വന്ന വേതന പാക്കേജുകൾ 5 വർഷം കഴിഞ്ഞിട്ടും പരിഷ്കരിക്കാത്തതിൽ കടുത്ത പ്രതിഷേധത്തിലാണ് വ്യാപാരികൾ. PHH, AAY കാർഡുകളിലെ അംഗങ്ങളുടെ മസ്റ്ററിംഗ് ചെയ്യുന്നതിന് വ്യാപാരികൾ തയ്യാറാണ്. എന്നാൽ അവധി ദിവസങ്ങളിലും ഒഴിവു സമയങ്ങളിലും കടുത്ത ചൂടിലും മസ്റ്ററിംഗ് നടത്താൻ നിർബന്ധിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല. സംസ്ഥാന സംയുക്ത കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സമരം സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മാത്രമല്ല 29 രൂപയുടെ അരി കമ്പോളത്തിൽ ഇറങ്ങുകയാണ്. അത് റേഷനാണ്, വലിയ അരിയൊന്നുമല്ല. 29 രൂപയ്ക്ക് റേഷൻ FCI ഇന്ന് ഇപ്പോൾ 4 രൂപയ്ക്ക് കൊടുക്കുന്ന അരി പോലെ തന്നെ റേഷൻ ഞങ്ങൾ 11 രൂപയ്ക്ക് കൊടുക്കുന്ന 10-90 പൈസ കൊടുക്കുന്ന APL അരി തന്നെയാണ് 29 രൂപയ്ക്ക് പാക്ക് ചെയ്ത് പുറത്തു കൊടുക്കുന്നത്. അപ്പോൾ അത് റേഷൻ സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടോ കോർപ്പറേഷനുമായിട്ടോ യാതൊരു ബന്ധവുമില്ല, ഞങ്ങളുമായിട്ടും ബന്ധമില്ല. അത് ഓപ്പൺ സെയിലായിട്ട് മാറി. സ്വാഭാവികമായും നാളുകളിൽ ഈ റേഷൻ സംവിധാനം ഞങ്ങളും ഈ കേരളത്തിലെ ഡിപ്പാർട്ട്മെൻറ്റ് സപ്ലൈകോയും ഒക്കെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് കേരളത്തിലെ ഈ പൊതു മേഖല സ്വകാര്യ മേഖലയിലേക്ക് ഇത് പോകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പം ഞങ്ങൾ അവിടെയും വളരെ പ്രതിസന്ധി കാലഘട്ടത്തിലൂടെയാണ് പോകുന്നത്. തീർച്ചയായിട്ടും ഞങ്ങൾ പറയുന്നത് ഗവൺമെൻറ് ഞങ്ങളെ സംരക്ഷിക്കുന്ന ഒരു നിലപാടെടുക്കണം. തീർച്ചയായിട്ടും അതിന് ഞങ്ങൾ അങ്ങോട്ട് വെച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ മറ്റ് കമ്മ്യൂണിറ്റീസ് റേഷൻ അല്ലാതെ മറ്റ് സാധനങ്ങൾ ഇതിലൂടെ വിൽക്കാനുള്ള സംവിധാനം ഞങ്ങൾക്ക് തരണമെന്ന് ബഹുമാനപ്പെട്ട മന്ത്രിയോട് അന്ന് ഞങ്ങൾ പറഞ്ഞു. അപ്പോൾ അത് പ്ലാനിംഗ് ബോർഡിനൊക്കെ വിഷയമുണ്ട്, അങ്ങനെ കൊടുക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് നിർദ്ദേശം ഞങ്ങൾക്ക് തിരിച്ചു വന്നത്. എന്നാൽ നാഷണൽ ഫുഡ് സേഫ്റ്റി സെക്യൂരിറ്റി ആക്ടിനകത്ത് പറയുന്നുണ്ട് അത്യാവശ്യം വേണ്ടുന്ന കമ്പോളത്തിലെ വിലയിൽ താത്ത് നിങ്ങൾക്ക് സാധനം വിൽക്കാനുള്ള അവകാശമുണ്ടെന്ന് ആ നിയമത്തിനകത്ത് കേന്ദ്ര ഗവൺമെൻറ് നിയമത്തിനകത്തുണ്ട്. എന്നാൽ കേരളത്തിൽ ഗവൺമെൻറ് ഇത് സമ്മതിക്കുന്നില്ല. പല കാര്യങ്ങളും കാണാമായിരിക്കാം, പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ കൊണ്ട് ഞങ്ങൾ ഇനി കോടതിയെ സമീപിക്കാനും ഈ വിഷയത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞത് ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എനിക്ക് ചെയ്യാൻ കഴിയുന്ന ഗവൺമെൻറ് ചെയ്യാൻ കഴിയുന്ന സഹായങ്ങൾ ചെയ്യാൻ സാമ്പത്തിക പ്രതിസന്ധി എന്നാണ് പറയുന്നത്. അപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി ഇന്ന് തുടങ്ങിയതല്ല. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങളുടെ ആവശ്യം ഈ മേഖലയിൽ നിലനിൽക്കാനുള്ള ആവശ്യം വേണ്ടുന്ന ഈ ഫണ്ട് ഒരു പരിഷ്കരണം ഏർപ്പെടുത്തണമെന്നാണ്. വാർത്താ സമ്മേളനത്തിൽ KSRRDA സംസ്ഥാന ജനറൽ സെക്രട്ടറി KB ബിജു, ഭാരവാഹികളായ KH ബഷീർ, AD വർഗീസ്, KC സോമൻ, S സദാശിവൻ നായർ, M രാജശേഖരൻ, ജിജോ കക്കാട്ട് എന്നിവർ പങ്കെടുത്തു. ഇടുക്കി താലൂക്ക് സപ്ലൈ ഓഫീസർ റേഷൻ വ്യാപാരികളെ അനാവശ്യമായി ദ്രോഹിക്കുന്നതായി പരാതി. ഈ സാഹചര്യത്തിൽ സപ്ലൈ ഓഫീസർക്കെതിരെ മന്ത്രിക്ക് പരാതി നൽകാനൊരുങ്ങുകയാണ് KSRRDA നേതൃത്വം. ചെയ്യുന്ന ജോലിക്ക് വേതനം പോലും ലഭിക്കാത്ത അവസ്ഥയിലാണ് അമിതമായ പിഴ ഈടാക്കി ഉദ്യോഗസ്ഥർ വ്യാപാരികളെ ദ്രോഹിക്കുന്നതെന്ന് KSRRDA സംസ്ഥാന സെക്രട്ടറി KB ബിജു പറഞ്ഞു. കമ്മിറ്റി ഇടുക്കിയിൽ വെച്ച് ചേർന്നു. ഈ കമ്മിറ്റിയിൽ ഇടുക്കി താലൂക്ക് സപ്ലൈ ഓഫീസറെ കുറിച്ച് വളരെ രൂക്ഷമായ വിമർശനമാണ് ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹം ഞങ്ങളുടെ റേഷൻ വ്യാപാരികളെ ഇപ്പോൾ ജീവിക്കാൻ മാർഗമില്ലാത്ത ഒരു സാഹചര്യത്തിൽ വളരെ പീഡിപ്പിക്കുന്നു എന്നുള്ള ഒരു പരാമർശം തന്നെയാണ് ഇന്ന് സംസ്ഥാന കമ്മിറ്റി നേരിട്ട് നിവേദനമായി അവർ തന്നത്. തീർച്ചയായിട്ടും ഇത് ഗൗരവമായി ഈ സംഘടന പരിഗണിക്കുന്നുണ്ട്. ഇത് മന്ത്രിക്ക് പരാതി നൽകാനും ഞങ്ങൾ ഇന്ന് ചേർന്ന സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചു. അദ്ദേഹം നേർവഴി നടന്നില്ലെങ്കിൽ തീർച്ചയായും ഈ സംഘടന നമ്മുടെ വ്യാപാരിയുടെ പക്ഷത്തു നിന്ന് പ്രക്ഷോഭമടക്കമുള്ള പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ഈ കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ കട്ടപ്പന നഗരസഭാതല ഉദ്ഘാടനം നടന്നു. ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം നിർവഹിച്ചു. നവജാത ശിശുക്കൾ മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ മരുന്ന് നൽകുന്നത്. പുതിയ ബസ് സ്റ്റാൻഡിൽ നടന്ന നഗരസഭാതല ഉദ്ഘാടനം ചെയർപേഴ്സൺ ബീന ടോമി കുഞ്ഞുങ്ങൾക്ക് പോളിയോ നൽകിക്കൊണ്ട് നിർവഹിച്ചു. കുഞ്ഞുങ്ങൾക്ക് ഇന്ന് ജനിച്ച ഉടനെ മുതലുള്ള 5 വയസ്സ് പ്രായമുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇന്ന് ലോകമാസകലം പോളിയോ നിർമ്മാർജ്ജനം എന്ന പരിപാടി ഇവിടെ നടക്കുകയാണ്. അതിൻ്റെ ഉദ്ഘാടന കർമ്മമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. അതിലേക്ക് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. അതോടൊപ്പം ഈ ഒരു യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കട്ടപ്പന നഗരസഭ, താലൂക്ക് ആശുപത്രി, സാമൂഹിക നീതി വകുപ്പ് എന്നിവയുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. നഗരസഭയിൽ 31 കേന്ദ്രങ്ങളിൽ പോളിയോ മരുന്ന് വിതരണം ഒരുക്കിയിരുന്നു. അതിഥി തൊഴിലാളികളുടെ കുട്ടികൾക്കും പോളിയോ മരുന്ന് നൽകുവാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിരുന്നു. രാവിലെ 8 മുതൽ വൈകിട്ട് 5 മണി വരെയാണ് ഇതിനായുള്ള സമയം ഒരുക്കിയിരുന്നത്. താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഇൻചാർജ് ഡോക്ടർ ആൽബർട്ട്, ഹെൽത്ത് ഇൻസ്പെക്ടർ PK ദിലീപ്, പബ്ലിക് ഹെൽത്ത് നഴ്സ് PM പുഷ്പകുമാരി എന്നിവരുടെ നേതൃത്വത്തിലാണ് ഇമ്മ്യൂണൈസേഷൻ നടന്നത്. കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ വെച്ച് പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പരിപാടി സംഘടിപ്പിച്ചു. നഗരസഭ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലീലാമ ബേബി പരിപാടി ഉദ്ഘാടനം ചെയ്തു.
കട്ടപ്പന നഗരസഭ 27-ാം വാർഡ് തൊവരിയാറിന്റെ പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പരിപാടിയാണ് താലൂക്ക് ആശുപത്രിയിൽ വെച്ച് സംഘടിപ്പിച്ചത്. നവജാത ശിശുക്കൾ മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ മരുന്ന് നൽകിയത്. നഗരസഭ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലീലാമ ബേബി കുഞ്ഞുങ്ങൾക്ക് പോളിയോ മരുന്ന് നൽകിക്കൊണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമുക്ക് അറിയാം, നമ്മുടെ കുട്ടികളുടെ ആരോഗ്യം, നമ്മുടെ കുട്ടികളുടെ ഭാവി സമ്പൂർണ്ണമാക്കുന്നതിനും അവർക്ക് ആരോഗ്യപരമായിട്ട് മറ്റൊരു പ്രശ്നങ്ങളും നേരിടാതിരിക്കുന്നതിനും വേണ്ടി ഇന്ന് എല്ലാ കുട്ടികളും, നമ്മുടെ രാജ്യത്തുള്ള 5 വയസ്സിൽ താഴെയുള്ള എല്ലാ കുട്ടികളും ഈ ഇമ്മ്യൂണൈസേഷൻ്റെ ഭാഗമാകണമെന്ന് താല്പര്യപ്പെട്ടുകൊണ്ട് ഇന്ന് ഇവിടെ 20 ഏക്കർ താലൂക്ക് ആശുപത്രിയിൽ നടക്കുന്ന ഇമ്മ്യൂണൈസേഷൻ ഉദ്ഘാടനം ചെയ്തു. നഗരസഭയിൽ 31 കേന്ദ്രങ്ങളിൽ പോളിയോ മരുന്ന് വിതരണം സംഘടിപ്പിച്ചിരുന്നു. താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഇൻചാർജ് ഡോക്ടർ ആൽബർട്ട്, JHI സുജാത, ആശാവർക്കർ ഷൈനി, അങ്കണവാടി ടീച്ചർ ഗീത എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിൽ തന്നെ പ്രചാരണ തിരക്കിലാണ് രാഷ്ട്രീയ പാർട്ടികളും അണികളും. ഇടുക്കിയിലെ LDF സ്ഥാനാർത്ഥി ജോയിസ് ജോർജിനായി കട്ടപ്പനയിൽ ചുവരെഴുത്ത് നടത്തുന്നതിന്റെ തിരക്കിലാണ് CPM ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി നേതാക്കൾ. ഇടുക്കിയിൽ LDF സ്ഥാനാർത്ഥിയായി അഡ്വക്കേറ്റ് ജോയിസ് ജോർജിനെ പ്രഖ്യാപിച്ചതു മുതൽ ശക്തമായ പ്രചരണമാണ് ഇടതുപക്ഷം നടത്തുന്നത്. ഇതിന്റെ ഭാഗമായി CPM കട്ടപ്പന ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പന ടൗണിന്റെ വിവിധ മേഖലകളിൽ ചുവരെഴുത്തുകൾ പൂർത്തീകരിക്കുന്ന തിരക്കിലാണ് പ്രവർത്തകർ. ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് ഇടുക്കിയുടെ വികസനവുമായി ബന്ധപ്പെട്ടോ ഇടുക്കിയിലെ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കകത്ത് പ്രത്യേകിച്ച് വന്യജീവി മേഖലയുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ പരിസ്ഥിതി പ്രശ്നവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്കകത്തും ഒരക്ഷരം മിണ്ടുന്നതിനോ അതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ പങ്കെടുക്കുന്നതിനോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല MPക്ക്. അതുമാത്രമല്ല, നമ്മുടെ കേരളത്തിലെ ആകെ ജനങ്ങളെ ദ്രോഹിക്കുന്ന BJPയുടെ കേന്ദ്രഭരണം നമുക്ക് അർഹതപ്പെട്ട വിഹിതം നിഷേധിക്കുന്ന, അത് ആരുടെയും ഔദാര്യമല്ല, കേരള ജനതയുടെ അവകാശം, നമുക്ക് അർഹതപ്പെട്ട GST വിഹിതമടക്കം നിഷേധിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിനെതിരെ ഈ മണ്ഡലത്തിലെ പ്രതിനിധി മാത്രമല്ല UDFന്റെ പ്രതിനിധികളായിട്ടുള്ള 18 പേരും നാളെ ഇന്ന് വരെ കമാ എന്നൊരക്ഷരം ഇന്ത്യൻ പാർലമെന്റിനകത്ത് മിണ്ടുന്നത് സംസാരിക്കുന്നതിനോ അതുപോലെ തന്നെ ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ അടുത്ത് ചർച്ച ചെയ്യുന്നതിനോ ഒന്നും തയ്യാറാകിയിട്ടില്ല. സ്ഥാനാർത്ഥി നിർണയത്തിന് വളരെ മുൻപേ തന്നെ ചുവരുകളെല്ലാം രാഷ്ട്രീയ പാർട്ടികൾ ബുക്ക് ചെയ്തു കഴിഞ്ഞിരുന്നു. അവയിലെല്ലാം ചിഹ്നങ്ങൾ ഉൾപ്പെടെ ചുവരെഴുത്തുകളും പൂർത്തിയായി വരികയാണ്. സ്ഥാനാർത്ഥി കൂടി എത്തിയ ശേഷം പ്രചരണം കൊഴുപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് ഇടതുപക്ഷം. ഇടത് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയിസ് ജോർജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം സ്ഥാപിച്ച പോസ്റ്ററുകൾ നശിപ്പിച്ചതായി പരാതി. കാഞ്ചിയാർ ലോക്കൽ കമ്മിറ്റിയാണ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കൽത്തൊട്ടി ജംഗ്ഷനിൽ സ്ഥാപിച്ചിരുന്ന പോസ്റ്ററുകളാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ സാമൂഹിക വിരുദ്ധർ നശിപ്പിച്ചത്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കുന്ന ഇടത് സ്ഥാനാർത്ഥി ജോയിസ് ജോർജിന്റെ പോസ്റ്ററുകൾ ഇവിടെ പതിപ്പിച്ചത്. ഇതിന് പിന്നാലെയാണ് ഇവ നശിപ്പിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ സജീവമാകുകയും ചെയ്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അതിൽ അസഹിഷ്ണുത പൂണ്ട സാമൂഹ്യ വിരുദ്ധർ രാത്രിയുടെ മറവിൽ വന്ന് ഈ പോസ്റ്റർ വലിച്ചു കീറുകയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ വെല്ലുവിളിക്കുകയുമാണ് ചെയ്തിരിക്കുന്നത്. ഇത്തരം പ്രവണതകൾ കഴിഞ്ഞ കാലങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിലും ഈ സാമൂഹ്യ വിരുദ്ധർ എന്ന ഈ പദവി അലങ്കരിക്കുന്നവർ ഇവിടെ കാഴ്ചവെച്ചിട്ടുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബഹുമാനപ്പെട്ട റോഷി അഗസ്റ്റിൻ്റെ പോസ്റ്റർ KC പുതുവൽ ഭാഗത്ത് വെച്ചത് വലിച്ചു കീറി കളയുകയും കത്തിക്കുകയും ചെയ്യുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇത്തരം പ്രവണതകൾ ഇനിയും ആവർത്തിച്ചാൽ കയ്യും കെട്ടി നോക്കിയിരിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സാധിക്കുകയില്ല. അതിൻ്റെ പ്രവർത്തകർ അതിന് പ്രതിരോധം തീർക്കേണ്ടതായിട്ട് വരും. സംഭവത്തിൽ പോലീസിൽ പരാതി നൽകിയതായും പോസ്റ്ററുകൾ നശിപ്പിച്ചതുകൊണ്ട് പിന്നോട്ടു പോകില്ലെന്നും കാഞ്ചിയാർ ലോക്കൽ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. രാവിലെയാണ് പോസ്റ്ററുകൾ നശിപ്പിച്ച നിലയിൽ കണ്ടെത്തിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഉപ്പതറയിൽ LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തുറന്നു. LDF നിയോജക മണ്ഡലം കൺവീനർ ജോസ് ഫിലിപ്പ് ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി ഏതാനും നാളുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ഇടുക്കി ജില്ല ശക്തമായ മത്സര പോരാട്ടത്തിനാണ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വിവിധയിടങ്ങളിൽ പ്രചരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇതേ തുടർന്നാണ് ഉപ്പതറയിൽ LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തുറന്നത്. LDF നിയോജക മണ്ഡലം കൺവീനർ ജോസ് ഫിലിപ്പ് ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ നല്ല രാഷ്ട്രീയ സാഹചര്യമാണ് നമുക്ക് ഇവിടെ ഉള്ളത്. കേരളത്തിലാകമാനമുള്ള ആ സാഹചര്യം നമുക്ക് ഈ ഇടുക്കി പാർലമെൻറ്റിനകത്തുണ്ട്. പല ചാനലുകളുടെ സർവേയുടെ ചർച്ച പോലും നമുക്ക് ആ രീതിയിലാണ് വരുന്നത്. വലിയ വ്യത്യാസമില്ലാതാണ് കാര്യങ്ങൾ വരുന്നത്. നമുക്കറിയാം, ജോയിസ് ജോർജ് 5 വർഷം MP ആയിരുന്നു. അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. വീണ്ടും ഈ തെരഞ്ഞെടുപ്പ് വരുന്നു.
നമ്മളെ ജോയിസ് ജോർജിൻ്റെ വികസന പ്രവർത്തനവും ഈ കഴിഞ്ഞ 5 വർഷക്കാലം ഡീൻ കുര്യാക്കോസിൻ്റെ വികസന പ്രവർത്തനവും താരതമ്യം ചെയ്തുകൊണ്ടാണ് നമ്മൾ തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങാൻ പോകുന്നത്. ഈ തെരഞ്ഞെടുപ്പ് നമുക്ക് വിജയിക്കാൻ കഴിയണം. അതിൻ്റെ തുടക്കം നമ്മുടെ മേഖലാ കമ്മിറ്റി ഓഫീസോട് ഉദ്ഘാടനം ചെയ്തു. തുടർന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ സഖാക്കൾ നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ നമുക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ സജീവമായി നിൽക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാനെൻ്റെ വാക്കുകൾ. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PS രാജൻ, LDF നേതാക്കളായ EV ജോസഫ്, ഷീല രാജൻ, Y ജയൻ, കലേഷ് കുമാർ തുടങ്ങിയ നിരവധി നേതാക്കളും പ്രവർത്തകരും യോഗത്തിൽ പങ്കെടുത്തു. അയ്യപ്പൻകോവിൽ മാട്ടുക്കട്ടയിൽ ജൽജീവൻ മിഷന്റെ പൈപ്പ് സ്ഥാപിക്കൽ നാട്ടുകാർ തടഞ്ഞു. മാട്ടുക്കട്ട ചേരോലിപ്പടി റോഡിലെ കോൺക്രീറ്റ് തകർത്തതോടെയാണ് നാട്ടുകാർ പ്രകോപിതരായത്. വീതി കുറഞ്ഞ റോഡിന്റെ നടുഭാഗത്ത് പൈപ്പിടാൻ കുഴിയെടുത്തതാണ് പ്രതിഷേധത്തിന് കാരണം. ജൽജീവൻ മിഷൻ പദ്ധതിക്കായി മാട്ടുക്കട്ട ചേരോലിപ്പടി റോഡിൽ പൈപ്പിടാൻ കോൺക്രീറ്റ് പൊട്ടിക്കാൻ തുടങ്ങിയതോടെയാണ് നാട്ടുകാർ പണികൾ തടഞ്ഞത്. നിരവധി സമരങ്ങളുടെ ഫലമായി മുൻ MLAയുടെ ഫണ്ടിൽ നിന്നും 25 ലക്ഷം രൂപ ചിലവഴിച്ചാണ് റോഡ് സഞ്ചാരയോഗ്യമാക്കിയത്. ജൽജീവൻ മിഷന്റെ ഭാഗമായി പൈപ്പിട്ട ഇടങ്ങളിലെ റോഡുകൾ പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ്. ഈ റോഡുകൾ പഴയ നിലയിലെത്തിക്കാൻ മാസങ്ങൾ കഴിയും. ചേരോലിപ്പടിയിൽ റോഡിന്റെ മധ്യഭാഗത്തു കൂടിയാണ് പൈപ്പിടാൻ കുഴിയെടുക്കാൻ കോൺക്രീറ്റ് പൊട്ടിച്ചത്. ഇതിനെതിരെ നാട്ടുകാർ രോഷാകുലരാവുകയും യന്ത്രങ്ങളും ഉദ്യോഗസ്ഥരെയും തടഞ്ഞുവെക്കുകയും ചെയ്തു. ജൽജീവൻ മിഷന്റെ ഭാഗമായിട്ടുള്ള ഈ പുതിയ പൈപ്പ് കണക്ഷൻ നൽകുന്നതുമായി ബന്ധപ്പെട്ട് പൊതുജനത്തിന്റെ യാതൊരു അറിവോ മനസ്സോ സമ്മതമോ ഇല്ലാതെ ഞങ്ങളുടെ കോൺക്രീറ്റ് റോഡ് അതിൻ്റെ സെൻറ്ററിൽ കൂടെ പൊട്ടിച്ച് പൈപ്പിടാൻ വേണ്ടി അനധികൃതമായ നീക്കമാണ് നടത്തി. അത് നാട്ടുകാരുടെ ഇടപെട്ട് തടയുകയില്ല. പഞ്ചായത്തിനോട് ചോദിച്ചപ്പോൾ പറയുന്നത് പഞ്ചായത്ത് ഇങ്ങനെ അവർ മാറ്റുന്നതെന്ന് അറിഞ്ഞില്ല, ഏതെങ്കിലും ഒരു സൈഡിൽ കൂടെയാണെന്ന് അവർ വിചാരിച്ചിരുന്നത്. അവരോടും അറിയിക്കാതെ ഇവർ സെൻറ്ററിൽ കൂടെ മാറുന്നു ചെയ്തു. കോൺക്രീറ്റ് റോഡാണ്, വർഷങ്ങളുടെ പരിശ്രമം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത റോഡാണ്. മുൻ MLA ES ബിജിമോളുടെ ഫണ്ടിൽ നിന്ന് 25 ലക്ഷം രൂപ അനുവദിച്ച് പുതുതായിട്ട് കോൺക്രീറ്റ് ചെയ്തിരുന്ന റോഡാണ്. അത് നടുക്കൂടെ പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ റോഡ് കംപ്ലീറ്റ് സ്പോയിലായി പോകും. കോൺക്രീറ്റ് പൊട്ടിക്കുന്ന ഭാഗം പൈപ്പിട്ടാൽ അപ്പോൾ തന്നെ കോൺക്രീറ്റ് ചെയ്യണമെന്ന ആവശ്യം നിഷേധിച്ചതാണ് ജനങ്ങളെ ചൂടിപ്പിച്ചത്. പ്രശ്നം രൂക്ഷമായതിനെ തുടർന്ന് അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും സ്ഥലത്തെത്തി. ഉദ്യോഗസ്ഥരും ജനങ്ങളുമായി ചർച്ച നടത്തി പൈപ്പിടിയിൽ ഉപേക്ഷിക്കുകയും വരുന്ന ശനിയാഴ്ചയ്ക്കുള്ളിൽ പൊളിച്ച ഭാഗം കോൺക്രീറ്റ് ചെയ്ത് നൽകാമെന്ന് ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് പ്രശ്നം അവസാനിപ്പിച്ചത്. കട്ടപ്പന കല്ലുകുന്ന് ക്രൈസ്റ്റ് ട്യൂഷൻ സെന്റർ ഏർപ്പെടുത്തുന്ന ഗ്രീൻ ലീഫ് എക്സലൻസി അവാർഡിന് കുമളി സബ് ഇൻസ്പെക്ടർ ലിജോ പി മണിയും മാധ്യമപ്രവർത്തകൻ റോയി വർഗീസും അർഹരായി. ട്യൂഷൻ സെന്റർ ഹാളിൽ നടന്ന യോഗത്തിൽ വെച്ച് ഇരുവരും അവാർഡുകൾ ഏറ്റുവാങ്ങി. കട്ടപ്പന കല്ലുകുന്ന് ക്രൈസ്റ്റ് ട്യൂഷൻ സെന്റർ ഹാളിൽ വെച്ചാണ് അവാർഡ് വിതരണവും സെമിനാറും നടന്നത്. സബ് ഇൻസ്പെക്ടർ ലിജോ പി മണി മുഖ്യപ്രഭാഷണം നടത്തി. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നിങ്ങൾ ബുദ്ധിമുട്ടോ. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അവസാനം 27 വയസ്സ് വരെ ഞാൻ പഠിക്കാമെന്ന് എനിക്ക് ജോലി വന്ന അപ്പോഴാണ് എനിക്ക് പഠിക്കണമെന്നുണ്ട്. അതുവരെ എൻ്റെ വീട്ടുകാരൻ പഠിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ എല്ലാം അന്ന് പാസ്സായി പോലും. അപ്പോൾ അതിനുശേഷം ഞാൻ പഠിക്കണമെന്ന് വെച്ചാൽ, അതായത് നിങ്ങളുണ്ടോ മറ്റേ എന്താ പറയുക, ഉന്തി മരക്കിൻ്റെ കേരളം എന്നുള്ളതല്ലേ, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ തന്നെ പഠിക്കണം. നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലെല്ലാം ഉണ്ടാവും, സപ്പോർട്ട് ഉണ്ടാവും. പക്ഷെ നിങ്ങളുടെ ഒരു കാലഘട്ടം കഴിയുമ്പോൾ, നിങ്ങളുടെ ഈ കളിക്കാലഘട്ടമെല്ലാം കഴിഞ്ഞ് പഠന കാലഘട്ടമെല്ലാം കഴിഞ്ഞ് നിങ്ങൾക്കൊരു ജോലി ഇല്ലാതെ ഒരവസ്ഥ ഉണ്ടാവും. ഒരു ജോലിയില്ലാത്ത അവസ്ഥ ഉണ്ടാകുകയാണെങ്കിൽ അതാവും ഏറ്റവും വലിയ അവസ്ഥ. ഒരു 5 രൂപയ്ക്കോ 10 രൂപയ്ക്കോ പെൺകുട്ടികളെ പറ്റി ഞാൻ പറയാം, തീർച്ചയായിട്ടും ഇവരെക്കാളും വരി നിങ്ങളൊരു ജോലി കഴിക്കണം. കാരണം വെച്ചാൽ അല്ലെങ്കിൽ നിങ്ങൾ നാളെ നിങ്ങൾ മറ്റൊരു വീട്ടിൽ ചെല്ലുകയാണെങ്കിൽ അവിടെ കൈനീട്ടേണ്ട അവസ്ഥ ഉണ്ടാവും. SSLC പരീക്ഷയ്ക്കായി തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് ടെൻഷനില്ലാതെ പരീക്ഷ എഴുതാമെന്ന വിഷയത്തിൽ സജി ഫെർണാണ്ടസ് സെമിനാർ നയിച്ചു. യോഗത്തിൽ സംസ്ഥാന കലോത്സവത്തിൽ വിജയികളായ കുട്ടികൾക്ക് ഉപഹാരങ്ങൾ കൈമാറി. കട്ടപ്പന ഗ്ലോബൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ പ്രിൻസ് മൂലേച്ചാലിൽ ക്ലാസ് നയിച്ചു. തുടർന്ന് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി പ്രത്യേക പ്രാർത്ഥനയും നടന്നു. കേരള വിശ്വകർമ്മ സഭ പീരുമേട് താലൂക്ക് യൂണിയന്റെ വാർഷിക പൊതുയോഗം പീരുമേട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വച്ചു നടന്നു. കേരള വിശ്വകർമ്മ സഭ സംസ്ഥാന കമ്മിറ്റി അംഗം MS മോഹനൻ ഉദ്ഘാടനം ചെയ്തു. പരിപാടിയുടെ ഭാഗമായി പ്രധാനമന്ത്രി വിശ്വകർമ്മ യോജന താലൂക്ക് തല രജിസ്ട്രേഷനും നടന്നു.
ആയുധങ്ങൾ കൊണ്ടും മറ്റു മാർഗങ്ങളിലൂടെയും വിവിധ തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്ന വിശ്വകർമ്മജർക്ക് തൊഴിലിനിടയിൽ സംഭവിക്കുന്ന അപകടങ്ങളിൽ വേണ്ട സഹായങ്ങൾക്കും പ്രായാധിക്യം നേരിടുമ്പോഴും ജോലി ചെയ്യേണ്ടി വരുന്നവരുടെ സുരക്ഷയ്ക്കുമായും കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്ന പദ്ധതി പ്രകാരമാണ് പ്രധാനമന്ത്രി വിശ്വകർമ്മ യോജന പദ്ധതിയും നടപ്പിലാക്കി വരുന്നത്. പദ്ധതി പ്രകാരം ഓരോ അംഗങ്ങളും അതാത് താലൂക്ക് യൂണിയന് കീഴിൽ അവരവർക്ക് അക്കൗണ്ടുകളുള്ള ബാങ്ക് മുഖാന്തരം പേര് രജിസ്റ്റർ ചെയ്യണം. ഇതിന്റെ ഭാഗമായാണ് കേരള വിശ്വകർമ്മ സഭ പീരുമേട് താലൂക്ക് തല PM വിശ്വകർമ്മ യോജന രജിസ്ട്രേഷൻ സംഘടിപ്പിച്ചത്. വിശ്വകർമ്മ സഭ പീരുമേട് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് B. ബിനു ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. കേരള വിശ്വകർമ്മ സഭ സംസ്ഥാന കമ്മിറ്റി അംഗം MS. മോഹനൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് നടന്ന വാർഷിക പൊതുയോഗത്തിൽ സെക്രട്ടറി ഗീതാകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ B. ബിനു പ്രസിഡന്റായും ഗീതാകുമാർ സെക്രട്ടറിയുമായുള്ള മുൻകാല ഭരണസമിതി വീണ്ടും നിലവിൽ വന്നു. വണ്ടിപ്പെരിയാർ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഈ വർഷത്തെ മഹാശിവരാത്രി മഹോത്സവം 5 മുതൽ 8 തീയതി വരെ നടക്കും. ഇതിന്റെ ഭാഗമായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്രം മേൽശാന്തി ജയശങ്കർ P. നമ്പൂതിരി അറിയിച്ചു. ശിവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ 5 തീയതി മുതൽ 8 തീയതി വരെ സമൂഹ പറയെടുപ്പ് നടക്കും. 8 തീയതി ശിവരാത്രി ദിനത്തിൽ രാവിലെ മുതൽ ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകൾ നടക്കും. തുടർന്ന് രാവിലെ 10 മണിക്ക് വണ്ടിപ്പെരിയാർ 62-ാം മൈലിൽ നിന്നും വാദ്യമേളങ്ങളുടെയും വിവിധ കലാരൂപങ്ങളുടെയും ഫ്ലൂട്ടുകളുടെയും അകമ്പടിയോടുകൂടി കാവടി ഘോഷയാത്ര ടൗൺ വഴി ക്ഷേത്രത്തിൽ എത്തിച്ചേരും. തുടർന്ന് അന്നദാനം നടക്കും. വൈകുന്നേരം 6 മണിക്ക് ചുരക്കുളം കവലിയിൽ നിന്നും എഴുന്നള്ളിപ്പ് ആരംഭിച്ച ക്ഷേത്രത്തിൽ എത്തിച്ചേരും. 7 മണി മുതൽ ക്ഷേത്രത്തിൽ നൃത്തനൃത്യങ്ങൾ, കൈകൊട്ടിക്കളി എന്നിവയ്ക്ക് ശേഷം വണ്ടിപ്പെരിയാർ പെരിയാർ ബീറ്റ്സ് അവതരിപ്പിക്കുന്ന ഗാനമേളയും നടക്കും. 11 മണി മുതൽ മഹാശിവരാത്രി പൂജയും ക്ഷേത്രാങ്കണത്തിൽ ഒരുക്കിയിട്ടുണ്ട്. വണ്ടിപ്പെരിയാർ ശ്രീ ധർമ്മശാസ്ത്ര ശിവക്ഷേത്രത്തിലെ ഈ വർഷത്തെ ശിവരാത്രി മഹോത്സവം 5, 6, 7, 8 തീയതികൾ പൂർവാധികം ഭംഗിയായി നടത്തപ്പെടുവാൻ തീരുമാനിച്ചിരിക്കുന്നു. അതിലേക്ക് മുൻകാലങ്ങളിൽ നൽകി വന്ന എല്ലാ സഹായ സഹകരണങ്ങൾക്കും ഭക്തജനങ്ങളോട് നന്ദി രേഖപ്പെടുത്തുകയും ഈ വർഷം പൂർവാധികം ഭംഗിയായി എല്ലാവരും സഹകരിച്ച് ഈ മഹോത്സവം വളരെ ഭംഗിയായി ആഘോഷിക്കുവാൻ സഹായിക്കണം എന്ന് ഭഗവത് നാമത്തിൽ അഭ്യർത്ഥിക്കുന്നു. ഒപ്പം തന്നെ എല്ലാവർക്കും മഹാശിവരാത്രി ആശംസകൾ. ക്ഷേത്രം പ്രസിഡന്റ് KK രാജു, സെക്രട്ടറി അനിമോൻ, ട്രഷറർ K. ഗോപി, മാതൃസംഘ ഭാരവാഹികൾ, വിവിധ കമ്മിറ്റി പ്രതിനിധികൾ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിപാടികൾ നടക്കുക. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. മൂന്നാറിൽ വീണ്ടും പടയപ്പയുടെ പരാക്രമം. കന്നിമല ഫാക്ടറി ഡിവിഷനിൽ ജീപ്പിന് നേരെയാണ് പടയപ്പയുടെ ആക്രമണമുണ്ടായത്. ജനവാസ മേഖലയിൽ നിന്ന് ഒറ്റയാൻ പിൻവാങ്ങാത്തത് തൊഴിലാളികളിൽ ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മൂന്നാർ കന്നിമല ടോപ്പ് ഡിവിഷനിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവർ മരിച്ച ദിവസങ്ങൾ മാത്രം കഴിയുമ്പോഴാണ് വീണ്ടും ഫാക്ടറി ഡിവിഷനിൽ പടയപ്പയുടെ ആക്രമണമുണ്ടായത്. ആശുപത്രിയിലേക്ക് പോകാൻ ജീപ്പിൽ കയറിയ തൊഴിലാളി കുടുംബത്തിനു നേരെയായിരുന്നു ഒറ്റയാന്റെ ആക്രമണം. ജീപ്പിന് മുൻവശത്ത് നിലയുറപ്പിച്ച പടയപ്പ തുമ്പിക്കൈ ഉപയോഗിച്ച് ജീപ്പ് അമർത്തുകയും വാഹനം മറിച്ചിടാൻ ശ്രമിച്ചതായും നാട്ടുകാർ പറയുന്നു. ഈ ആന ഇത് വണ്ടി കയറി തുമ്പിക്ക വെച്ച് അടിക്കുന്ന സമയത്ത് ഈ വണ്ടിക്കകത്ത് അവരുടെ അമ്മയുണ്ട്, അവന്റെ വൈഫ് വണ്ടിക്കകത്തുണ്ട്, ഡ്രൈവറും ഉണ്ട്. അപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഉടൻ തന്നെ ഈ ആനയെ പിടിച്ചു മാറ്റിയോ അല്ലെങ്കിൽ വെടിവെക്കുകയോ ചെയ്തില്ലെങ്കിൽ ഈ നാട്ടിലിരിക്കുന്ന മുഴുവൻ ജനങ്ങളെയും അണിനിർത്തിക്കൊണ്ട് ഈ മൂന്നാർ സ്തംഭിപ്പിക്കുന്ന രീതിയിലുള്ള സമരപരിപാടികൾ ഞങ്ങൾ ചെയ്യും. ജീപ്പിലുണ്ടായിരുന്ന രഞ്ജിത്തിന്റെയും മറ്റും കരച്ചിൽ കേട്ടാണ് തൊഴിലാളികൾ പുറത്തെത്തിയത്. ഇവർ ബഹളം വെച്ചതോടെ പടയപ്പ പിന്മാറി. ജീപ്പിൽ രഞ്ജിത്തിന്റെ ഭാര്യയും അമ്മയും അടക്കം 5 പേരാണ് ഉണ്ടായിരുന്നത്. തലനാരിടയ്ക്കാണ് തങ്ങൾ രക്ഷപ്പെട്ടതെന്ന് ജീപ്പിൽ യാത്ര ചെയ്ത രഞ്ജിത്ത് പറയുന്നു. ஒய்ஃபுக்கு உடம்பு சரியில்லைன்னு ஆஸ்பத்திரி கூப்பிட்டு வந்து பக்கத்து வீட்டில் உள்ள பையலை வண்டியை கூப்பிட்டு அவனை கூப்பிட்டு வந்து வண்டி அவன் இங்கேருந்து எடுத்து ரிவேஸ் கொண்டு வந்து நிப்பாட்டிட்டு நான் அம்மா என்னோட மாப்பிள்ளை எல்லாருமே வண்டியில் ஏறணும். அப்போ வண்டியில் ஏறிட்டு அவளை சென்டரில் உட்கார வைமா அப்படின்னு சொல்லிட்டு நான் வண்டி பேனட் வழி போகும்போது யானை இந்த இடத்துல நின்றுட்டு அது என்ன பார்த்து வரவும் வண்டியை விட்டு இறங்காயங்கடா அப்படின்ட்டு நான் பின்னாடி போயிட்டேன். என் தம்பியும் என்னோட மாப்பிள்ளை வண்டி டிரைவர் 3 பேருமே என் பின்னாடியே வந்துட்டாங்க. என்னோட ஒய்ஃபும் என்னோட அம்மாவும் வண்டிக்குள்ளேயே இருந்தாங்க. வண்டிக்குள்ளே இருந்து யானை வந்து வண்டி மேலே வச்சு அமுக்கி இப்படி ஆட்டிக்கிட்டே இருந்துச்சு. வண்டியிலேருந்து அம்மாவும் என்னோட ஒய்ஃபும் இறங்கி ஒடியாடுற வரைக்கும் யானை எங்களை பார்த்துக்கிட்டே இருந்து பின்னங்காலை வச்சு ஒரு வண்டியை உதஞ்சி விட்டுட்டு ஆளுக சவுண்டு எல்லாரும் அந்த நேரம் பார்த்து எல்லாருமே கூட்டிட்டாங்க. ஆளுக எல்லாருமே வந்து സൗണ്ട് വിട്ടോണ 5 നിമിഷത്തിലെ വണ്ടി ഇങ്ങിருந்து പോയിരിച്ചു, യാന പോയിരിച്ചു. പടയപ്പയെ ഉൾവനത്തിലേക്ക് തുരത്താനുള്ള നടപടികൾ വനംവകുപ്പ് സ്വീകരിക്കുന്നുണ്ടെങ്കിലും ജനവാസ മേഖലയിൽ നിന്ന് ഒറ്റയാൻ പിൻവാങ്ങാത്തത് തൊഴിലാളികളിൽ ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട്.
നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. വനം വകുപ്പിന്റെ കരിനിയമങ്ങൾക്കെതിരെ പ്രക്ഷോഭം ശക്തമാക്കി മാങ്കുളം ജനകീയ സമിതി. 7 ആവശ്യങ്ങൾ ഉന്നയിച്ച തിങ്കളാഴ്ച മുതൽ മാങ്കുളം DFO ഓഫീസിന് മുൻപിൽ അനിശ്ചിതകാല സത്യാഗ്രഹ സമരം ആരംഭിക്കുമെന്ന ജനകീയ സമിതി കൺവീനർ ഫാദർ മാത്യു കരോട്ട് കൊച്ചറക്കൽ. ജനകീയ സമിതി മുന്നോട്ട് വയ്ക്കുന്നത് മാങ്കുളം DFOയെ സ്ഥലം മാറ്റണമെന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ. ഉപ്പതറയിൽ വിഷം കഴിച്ച് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന 14-കാരൻ മരിച്ച സംഭവത്തിൽ സ്കൂളിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ബന്ധുക്കൾ. കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത് മത്തായിപ്പാറ വട്ടപ്പാറ വീട്ടിൽ അനക്സ്. അതേസമയം ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് സ്കൂൾ അധികൃതർ. മൂന്നാറിൽ വീണ്ടും പടയപ്പയുടെ പരാക്രമം. കന്നിമല ഫാക്ടറി ഡിവിഷനിൽ പടയപ്പയുടെ ആക്രമണമുണ്ടായത് ജീപ്പിന് നേരെ. ജനവാസ മേഖലയിൽ നിന്ന് ഒറ്റയാൻ പിൻവാങ്ങാത്തത് തൊഴിലാളികളിൽ ആശങ്ക വർദ്ധിപ്പിക്കുന്നു. റേഷൻ വ്യാപാരികൾ സംസ്ഥാന തലത്തിൽ കടകൾ അടച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിലും ജില്ലാ കേന്ദ്രങ്ങളിലേക്കും മാർച്ചും ധർണയും നടത്തുന്നു. സംസ്ഥാന വ്യാപകമായി റേഷൻ വ്യാപാരികൾ കടകൾ അടച്ച് സമരം നടത്തുന്നത് മാർച്ച് 7-ന്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരമെന്ന വ്യാപാരികൾ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.